നമസ്കാരം. നാളെയാണ് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഉദ്ഘാടനത്തിന് തൊട്ട് തലേ ദിവസമായ ഇന്ന് തലസ്ഥാനത്ത് ഉൾപ്പെടെ അതിനാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓർഡിനറി ബസ്സുകൾ, നിരവധിയായ KSRTCയുടെ ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചത് പല ബസ്സുകളിലും, അതായത് ഈ ഇലക്ട്രിക് ബസ്സുകളിൽ ഉൾപ്പെടെ ഈ KSRTCയിൽ നിന്നും അവർ സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നു. അതായത് ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാ നിരവധി സിറ്റി ഫാസ്റ്റുകൾ, അതായത് ഇതുവരെ നമ്മൾ തലസ്ഥാനത്ത് ഇതുവരെ കാണാത്ത നിരവധി സിറ്റി ഫാസ്റ്റുകൾ, അതായത് ഈ 10ൽ 9 സിറ്റി ഫാസ്റ്റ് ആകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന ബസ്സുകൾ മാത്രമാണ് നിലവിലിപ്പോൾ ഓർഡിനറി ബസ്സുകളായി ഉള്ളത് എന്നാണ്. നാളെയാണ് പ്രിയദർശിനി ഈ ഒരു സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ഇതിന് തൊട്ട് തലേ ദിവസമാണ് ഇത്തരത്തിൽ നിരവധി ബസ്സുകൾ സിറ്റി ഫാസ്റ്റാക്കി മാറ്റാൻ നിലവിലിപ്പോൾ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് വിരലിൽ എണ്ണാവുന്ന ബസ്സുകളിൽ മാത്രമേ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാകൂ എന്നാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ചില ഇലക്ട്രിക് ബസ്സുകളിൽ മാത്രമാണ് നിലവിലിപ്പോൾ സൗജന്യ യാത്ര, പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അത് പെയിന്റാണ് അത് അടിച്ചിരിക്കുന്നത്. മറ്റ് ബസ്സുകളിലെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കറുകൾ പതിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ KSRTC ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിരവധി ഓർഡിനറി ബസ്സുകളിൽ ഇങ്ങനെ സിറ്റി ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കറുകൾ പതിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നും വ്യക്തമാകുന്നത് 10ൽ 1-2 ബസ്സുകൾ മാത്രമേ ഓർഡിനറി ആയിട്ടുള്ളൂ. അതായത് മുൻപ് ഓർഡിനറിയായി ഓടിക്കൊണ്ടിരുന്ന പല ബസ്സുകളും, അതായത് 100ൽ 98 ബസ്സുകളിലും നിലവിലിപ്പോൾ സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. നാളെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന വേളയിലാണ് അതിനാടകീയമായ നീക്കങ്ങൾ തലസ്ഥാനത്ത് ഉൾപ്പെടെ നടക്കുന്നത്. എന്തായാലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ ഉദ്ദേശിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ നടക്കാൻ ഇരിക്കെയാണ് നിലവിലിപ്പോൾ ഓർഡിനറി ബസ്സുകൾ ഉൾപ്പെടെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയദർശിനി ബസ് യാത്രയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നെല്ലാം തന്നെ കൊട്ടിഘോഷിച്ച സർക്കാരാണ് ഇത്തരത്തിൽ നിലവിലിപ്പോൾ എല്ലാ ബസ്സുകളും സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വിരലിൽ എണ്ണാവുന്ന ബസ്സുകൾ മാത്രമേ നിലവിലിപ്പോൾ ഓർഡിനറി ബസ്സായി നിലനിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ബസ്സുകളിലും ഇത്തരത്തിൽ സിറ്റി ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ സ്റ്റിക്കറുകൾ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് 3125 ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭിക്കുക എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടുകൾ. എന്നാൽ അതിന് വിപരീതമായി ഈ 3125 ബസ് പോയിട്ട് 3 ബസ്സിൽ സൗജന്യ യാത്ര ലഭിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.